ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു നമ്മളൊക്കെ ഉമ്മയായിട്ടുള്ള ഖദീജ ബി നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെങ്കിലും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ്. പലപ്പോഴും പണ്ഡിതർ പറയുന്നത് നമ്മൾ മുഅ്മിനാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മളെ ഉമ്മാവും, അല്ല മുസ്ലിങ്ങളായതുകൊണ്ട് ഉമ്മാവില്ല എന്നാണ്, മുഅ്മിനാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കെട്ടില്ലേ, ഈ ഒരു ഇരുമ്പിൻ്റെ കെട്ട്, ഒരു വാതിലൊക്കെ ഉള്ള ഈ കെട്ടിൻ്റെ നേരെ ഇപ്പോൾ ഒരു ചെറിയൊരു മറകഥ തണലൊക്കെ ഇട്ടിട്ടുള്ള ആ സൈഡിലേക്ക് ഇങ്ങനെ എന്താ കാണാൻ പറ്റും. ആണുങ്ങൾ കുറച്ച് കിടന്നാണ്, പെണ്ണുങ്ങൾ കയറിയുന്നോട്ട് മോൾക്ക് കയറുന്നത്. ആ ഈ ഗേറ്റ് ആണല്ലോ ഇവിടെ ഈ ഗേറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് അതിലുള്ളത് ഖദീജ ബീവിയും അതേപോലെ റസൂലുള്ളാഹിന്റെ മൂത്ത കുട്ടിയായ ഖാസിം എന്ന ഇവരുടെ ഖബറും, അതേപോലെ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കുട്ടിയും കൂട്ടി റസൂൽ, ഇവരൊക്കെ ഈ ഒരു കെട്ടിന്റെ നേരെ ഉള്ളിലാണ്. അതേപോലെ അബൂ താലിബ്, അബ്ദുൽ മുത്തലിബ് തുടങ്ങിയിട്ടുള്ള അതായത് പഴയ പറഞ്ഞല്ലോ ഖുസൈബിൻ കിലാബ് തൊട്ടുള്ള ഉപ്പമാരൊക്കെ ഇവിടെ, അവരൊക്കെ ഉള്ളത് ഈ കെട്ടിന്റെ അകത്തുള്ള ഖബറുകളൊന്നും ചെയ്യില്ല, കാരണം പഴയ ഖബറുകളാണെന്നുള്ളവർക്ക് അവരെ സംരക്ഷിക്കും. ഇപ്പോൾ ഖദീജ ബീവി ഈ കെട്ടിൻ്റെ നേരെ ഉള്ളിലുള്ളത്. അതുപോലെ ബാഫക്കി തങ്ങൾ ആ ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് ബാഫക്കി തങ്ങളുള്ളത്. അത് ബാഫക്കി തങ്ങൾ മക്കളൊക്കെ വരുമ്പോൾ അവിടെ നിന്നാണ് സിയാർത്ത് ചെയ്യുക, ആ വലത് ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഖദീജ ബീവി ഉള്ളത്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ അബൂ ഖറദാൻ ഇവിടെ ഒരു ഖബറുണ്ട്, ഇവിടുന്ന് കാണൂല, ഇവിടെ ഈ മറിൻ്റെ അടിയിലായിട്ടാണ് ആ ഖബർ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ കുറേ ഖബർ കുഴിച്ച് വെച്ചാൽ അവിടെ കുറേ ഇതിട്ട് വെച്ചിന് ഗ്യാപ്പ് അങ്ങനെ തുറന്നിട്ടല്ല. ഇനി എന്ത് ചെയ്യും, ഓരോ നിസ്കാരത്തിനും 10-15 ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. എന്ത് ചെയ്യും, അപ്പോൾ അവരൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അത് മറവ് ചെയ്യും, അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ടിട്ട് എന്ത് ചെയ്യും. ഇവിടുത്തെ ഖബർ നമ്മുടെ നാട്ടിൽ ഖബർ ശരീരം നേരെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ലേക്കലാണ്. പിന്നെ അങ്ങനെ ഇവിടെ അങ്ങനല്ല, ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടുണ്ടാവും. ആ ഗ്യാപ്പിൽ ജനാസനെ മാറ്റിയിട്ട് ഇവിടെ കല്ലിട്ട് ഉയർത്തി, അതായത് ജനാസിൻ്റെ മുകളിൽ വരും, ജനാസ ആ ഗ്യാപ്പിലുണ്ടാവും. അപ്പം അങ്ങനെ ഖബർ കുഴിച്ച് വെച്ചതാണ്. പുതിയ ഏരിയ അതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഇത്ര കൊല്ലം കഴിയുമ്പോൾ ഈ ഭാഗം ചെയ്യും, ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ മാറ്റി. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ നമ്പറാണ് തരിക. ഇതിനൊക്കെ ഓരോ നമ്പർ ഉണ്ടാവും അറബിയിൽ ഈ ഒരു ഏരിയക്ക്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഖബറൊക്കെ വെച്ച്